ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാടൻ വിഭവമായിട്ടാണ്. അതാ ചോറും അതിനകത്ത് നമ്മൾ സ്പെഷ്യലായിട്ടൊരു മുരിങ്ങയ്ക്ക കറിയുണ്ട്. ഇപ്പം നമുക്ക് മുരിങ്ങയ്ക്ക, ചക്ക, മാങ്ങ അങ്ങനെയൊക്കെ ഉള്ള സംഭവത്തിൻ്റെ സീസണാണ്. അന്നേരം നമുക്ക് ഇഷ്ടം പോലെ മുരിങ്ങയ്ക്കയും ചക്കയും മാങ്ങയൊക്കെ കിട്ടും. നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തവരാണ്. അന്നേരം മുരിങ്ങയ്ക്കയും മാങ്ങയും ചക്കക്കുരു ഇട്ട് വയ്ക്കുന്ന നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുണ്ട്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട. എല്ലാ നോൺ വെജ് ഐറ്റംസിനെക്കാട്ടിലും ടേസ്റ്റുള്ളൊരു കറിയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ പറ്റും. വേറെ ഒരു കറിയും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അന്നേരം നമുക്ക് ഈ സിമ്പിൾ നാടൻ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് ഈ കറിക്ക് ആവശ്യമായ മുരിങ്ങയ്ക്ക എടുക്കാം. ഇത്രയും മുരിങ്ങയ്ക്കയുടെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഒരുപാട് മുരിങ്ങയ്ക്ക ഉള്ളത് കൊണ്ട് ഞാൻ ഇത്രയും മുരിങ്ങയ്ക്ക എടുത്തതേ ഉള്ളൂ. ഇതിൻ്റെ പകുതി പോലും നമുക്ക് ആവശ്യമില്ല. അതുമല്ല, മക്കൾക്കൊക്കെ മുരിങ്ങയ്ക്ക ഒരുപാട് ഇഷ്ടമാണ്. ഇതിലേക്ക് കുറച്ച് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയാണ്. അതോടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇതിലേക്ക് വേകാൻ ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത് ഇത്രയും കൂടെ വേവിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് പകുതി വേവാകുമ്പോഴാണ് നമ്മൾ ഇതിൽ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. കറി തിളച്ചു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയും കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് തേങ്ങയിൽ കുറച്ച് ഉള്ളി ഇട്ട് അരച്ചെടുക്കാം. മാങ്ങയിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട്. മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. കറിക്ക് നമുക്ക് കടുക് വറുക്കാം. എണ്ണ ഒഴിച്ച് നമ്മൾ കടുക് അതിലിട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളി, ഇതിലേക്ക് നമുക്ക് ഒരു അല്പം മുളക് പൊടി ഇടാം. കറി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. തിളച്ചു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കറിയിലേക്ക് നമ്മുടെ നാടൻ മാങ്ങയും മുരിങ്ങയ്ക്കയും ചക്കക്കുരു ഇട്ട് വെച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുന്ന ഏത് നോൺ വെജ് ഐറ്റത്തിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ്. നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറിയുടെ ടേസ്റ്റ് ഇഷ്ടമാവും. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒറ്റ കറി മതി, നമുക്ക് 1 പ്ലേറ്റ് ചോറ് കഴിക്കാൻ പറ്റും.
ഈ കറിയുടെ കൂടെ ഒരു കോമ്പിനേഷനും കൂടെ ഉണ്ട്, ഉണക്കമീൻ വറുത്തത്. ഈ കറി ഒരു പ്ലേറ്റ് കഴിക്കുന്നവർ ഉണക്കമീനും കൂടെ വറുത്ത് കഴിക്കുകയാണെങ്കിൽ 2 പ്ലേറ്റ് ചോറ് കഴിക്കും. നിങ്ങൾ എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കണം. ഉണക്കമീൻ്റെ കൂടെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഉണക്കമീൻ വറുക്കാം. എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തന്നെ കൃഷി ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ചീരയും കൂടെ തോരൻ. ചീരത്തോരനെ ചതച്ചിടാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ ചിരകിയത്, പിന്നെ കുറച്ച് ഉപ്പ്, നമ്മുടെ തോരന് വേണ്ട ഉപ്പ്. അത് ആ അരപ്പിനകത്ത് തന്നെ ഇട്ടാൽ നല്ലപോലെ എല്ലാത്തിലും മിക്സായി കിട്ടും, അതുകൊണ്ടാണ് അരപ്പിലിടുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് ചെറിയ വെളുത്തുള്ളിയാണ്, ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി, പിന്നെ കുറച്ച് കാന്താരി മുളക്. ഇത്രയും നമുക്ക് ചതച്ചെടുക്കാം. നമ്മൾ ഈ ചതച്ചെടുത്തിട്ടുള്ള അരപ്പ് നമുക്ക് ചീരയിലോട്ട് ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.